ഞാൻ ഈ മിക്ക ദിവസവും രാവിലെ എണീറ്റിട്ടാട്ടോ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിക്കുക. അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ മധുരക്കിഴങ്ങുണ്ട്. പക്ഷേ ഈ മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് അവിക്കുട്ടന് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പല വിധത്തിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ടും അത് ജ്യൂസ് അടിച്ചിട്ടും ഒക്കെ കൊടുത്ത് നോക്കിയിട്ടും അവനത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാനത് നന്നായിട്ട് കഴുകി കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കി കട്ട് ചെയ്ത് അതിൽ കുറച്ച് വെള്ളം കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരു 4-5 വിസിലടിക്കണം. കുറച്ചധികം വേവുണ്ട്, അതുകൊണ്ട് ഞാനൊരു 4-5 വിസിലടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അയ്യോ, ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം നൂൽപ്പിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. മുമ്പ് യൂട്യൂബിലട്ടം കണ്ടിട്ടുള്ളൊരു റെസിപ്പിയാണ്, പക്ഷെ അടിപൊളി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, നൂൽപ്പിട്ട് അവിക്കുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നൂൽപ്പിട്ട് ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും കഴിച്ചോളൂ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മധുരക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. പിന്നെ ഈ മധുരക്കിഴങ്ങിൻ്റെ 2 സൈഡിലുള്ള പീസ് എടുക്കണ്ട കേട്ടോ, കാരണം ആ ഒരു സൈഡിലുള്ള പീസിന് ഭയങ്കരമായിട്ട് നാരുണ്ടാവും. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ആക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. ഇനി ഈ ഒരു നൂൽപ്പെട്ടിൻ്റെ ചില്ലുണ്ടല്ലോ, അത് ഏറ്റവും ചെറുതിടണ്ട, കുറച്ചും കൂടെ ഒരു വലിയ ഹോൾസ് വരുന്നത് ഇട്ടാൽ മതി. പിന്നെ ഇതാ ഈ ഒരു ഇഡ്ഡലി തട്ടുണ്ടല്ലോ, നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അതും ഞാൻ മീഷോന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും കുറഞ്ഞ റേറ്റിൽ 200 രൂപയിട്ടേ വന്നിട്ടുള്ളൂ. 3 ലിറ്ററൊക്കെ വരുന്ന ഏത് കുക്കറിലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ PGയുടെ ഈ ഒരു കുക്കറിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. നൂൽപ്പിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് എടുക്കാം. പിന്നെ ഈ നൂൽപ്പിട്ടിൻ്റെ കൂടെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പൊടിയിൽ ചൂടുവെള്ളം ഒഴിച്ച് അതിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്തതുകൊണ്ട് തന്നെ ഒട്ടും കട്ടില്ലാത്ത തേങ്ങാപ്പാലാണ് കേട്ടോ കിട്ടിയത്. നല്ല വെള്ളം പോലുള്ള തേങ്ങാപ്പാലാണ്. പിന്നെ ടേസ്റ്റിന് ഇതൊക്കെ മതി, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അത് ഈ ഒരു നൂൽപ്പെട്ടിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക.